ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഹവാല ഇടപാടിൽ പണം എത്തിച്ചത് പൂക്കയറ്റുമതിയുടെ മറവിലാണെന്ന് വ്യക്തമാകുന്നു. മുഖ്യ സൂത്രധാരനായ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിയാണ് പൂക്കച്ചവടക്കാരൻ. ഇന്തോനേഷ്യയിൽ നിന്നാണ് ഹവാല പണം എത്തിച്ചത്. 500-ലധികം മ്യൂൾ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഹവാല ഇടപാടിൽ ഇന്തോനേഷ്യ, സൗദി അറേബ്യ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാംകുമാർ, കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 350-ലേറെ കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ ഈ ക്രിപ്റ്റോ കറൻസി വഴി നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നതാണ്. ഇപ്പോൾ പൂക്കച്ചവടത്തിൻ്റെ മറവിലാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും ഈ ഹവാല പണത്തിൻ്റെ കൈമാറ്റം നടന്നതെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൂടുതൽ പേർ ഈ ഹവാല ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരങ്ങളുണ്ടോ ശ്യാംകുമാർ? ദിലീപ് കുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 330 കോടി രൂപയുടെ ഇടപാടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഹവാല ഇടപാട് നടന്നത് കയറ്റുമതിയുടെ മറവിലാണ് എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ മുഖ്യ സൂത്രധാരനായ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിക്കാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇടപാടിന് വേണ്ടി ഹവാല പണം എത്തിച്ചത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കേസിൽ തന്നെ മറ്റൊരു മലയാളി സൗദിയിലാണ് ഉള്ളത്. ഇയാൾക്ക് വേണ്ടിയും അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 500-ലധികം മ്യൂൾ അക്കൗണ്ടുകളാണ് ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിലവിലുള്ളത്. അതിൽ 300-ഓളം ക്രിപ്റ്റോ വാലറ്റുകളും നിരീക്ഷണത്തിലാണ്. നിലവിൽ 330 കോടി രൂപ കേരളത്തിലേക്ക് മാത്രം ഹവാലയായി എത്തിച്ചു എന്നുള്ളത് ഒരു വലിയ കണ്ടെത്തലാണ്. ഇത് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഈ സംഖ്യ കൂടും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആളെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഇടപാടിൽ കൂടുതൽ ആളുകളുടെ പങ്കും കേരളത്തിൽ ഏതൊക്കെ പ്രദേശത്തേക്ക് ഈ ഹവാല പണം എത്തിച്ചു എന്നതുൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഹവാല ഇടപാടിൽ പൂക്കച്ചവടം വഴിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എസ് ശ്യാംകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.